ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് വെട്ടിപ്പൊളിക്കലും വെട്ടി നിരത്തലൊക്കെയുള്ള ദിവസമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ പഴയ ഒരു ബോഗൺവില്ല പ്ലാന്റാണ്. അന്ന് ഞങ്ങളിത് ബക്കറ്റിലെടുത്ത് നട്ടതാണ്. അപ്പോൾ ബക്കറ്റിൻ്റെ സൈഡൊക്കെ പൊട്ടി നന്നായിട്ട് മോശമായിട്ടുണ്ട്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ഒരു ചട്ടിയിലേക്ക് നടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നന്നായിട്ട് മോശമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിലൊരു കപ്പച്ചെടിയും കൂടി വളർന്നു വലുതായിട്ടുണ്ട്, പപ്പായ ചെടി. അപ്പോൾ അതിനെ ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ ചട്ടിയിലേക്ക് നടാൻ വേണ്ടിയിട്ടാണ്. മണ്ണൊക്കെ അത്യാവശ്യത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് മണ്ണ് ചട്ടിയിലിട്ട് ബാക്കി ചെടിയുടെ കൂടെയുള്ള മണ്ണ് തന്നെ വെച്ചിട്ടാണ് പോട്ട് ചെയ്തത്. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കുറേയധികം അടീനിയം ചെടികൾ ഞങ്ങൾ വിത്തിൽ നിന്ന് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. മോനും കൂടി ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പം ഞാൻ അതൊക്കെ ചെറിയ ചെറിയ പോട്ടിലേക്ക് മാറ്റി വെക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്ന പഴയ പോട്ട്സാണ്. ഇതിനു വേണ്ടി പോട്ടൊന്നും വാങ്ങിയിട്ടില്ല. ചെടികൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ പോട്ട്സിലൊക്കെ ആക്കിയിട്ട് ചകിരിച്ചോറും കുറച്ച് മണലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് നട്ടു വെച്ചിട്ടുള്ളത്. ഇതാണ് വിത്തുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ടാകും. അതിന് ഒരു അപ്പൂപ്പൻ താടി പോലെയൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ മീറ്റർ ബോക്സിൻ്റെ ഉള്ളൊരു വണ്ണാത്തിപ്പുള്ളിൻ്റെ കോഡുണ്ട്. അതിൽ 4 കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അതുപോലെ തന്നെ മുട്ടയിട്ടിട്ട് 4 മുട്ടകളുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് അങ്ങനെ മീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ വന്നിട്ട് മുട്ടയിടുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അതിന് വേണ്ടിയിട്ടൊരു കൂട് വാങ്ങി സെറ്റ് ചെയ്ത് കൊടുക്കാം. മീറ്റർ ബോക്സ് റിസ്ക് ആണല്ലോ. അതിൻ്റെ ഉള്ളിൽ ചുള്ളിക്കമ്പൊക്കെ പുറക്കി കൊണ്ടുവച്ചിട്ട് വലിയ സ്പാർക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിളികൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കൂട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള യെല്ലോ കളറും വൈറ്റും മിക്സ് ആയിട്ടുള്ള ചെറിയ കൂടാണ്. കാണുന്നതിന് വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല, കുറച്ചുകൂടി ചെറിയ സൈസാണ്. കിളികൾക്ക് കയറാൻ മാത്രമുള്ള ചെറിയ ഹോള് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്പണിംഗ് ഒന്നുമില്ല അതിന്. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളൊരു കൂട് സെറ്റ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല. അവർ തന്നെ കൂട് സെറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളതിൻ്റെ പൊസിഷൻ നോക്കുകയാണ്. ചെടികൾക്കിടയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഹൈറ്റിൽ മീറ്റർ ബോക്സിൻ്റെ തന്നെ അടുത്ത എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തത്.